വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇപ്പോൾ വെക്കേഷനൊക്കെ തുടങ്ങാമല്ലേ, അപ്പോൾ കുട്ടികൾ വീട്ടിലുണ്ടാവും. പിന്നെ അടിക്കടി എല്ലാവരും കഴിക്കാനൊക്കെ ചോദിക്കും. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു കടലമാവിൻ്റെ ഒരു ഉഗ്രൻ സ്നാക്കാണ്. കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റുമാണ്, എല്ലാമാണ്. ഒരു വീഡിയോയിലേക്ക് പോകാം. ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി, ഒരു കപ്പ് 250 ഗ്രാംസ് കേട്ടോ. ഒരു കപ്പ് നമ്മൾ വന്നിട്ട് കടലമാവ് ഇട്ട് കൊടുക്കുക. ഒരു അര കപ്പ് റവ ഓപ്ഷനിലാണ്. ചിലർക്ക് നെഞ്ഞരി എന്ന് പറയണതൊക്കെ, അങ്ങനെയുള്ളവർക്ക് ഈ അരിപ്പൊടിയും കടലമാവും അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഇടുക കേട്ടോ. ഒരു സ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. ദെൻ ഒരു സ്പൂൺ ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലിയാണ് ഇട്ടിരിക്കുന്നത്, വലിയ എരിവുണ്ടാവില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി ഒരു സ്പൂൺ, അര സ്പൂൺ കായം, പിന്നെ ഒരു അര സ്പൂൺ ജീരകം, പിന്നെ ഒരു അര സ്പൂൺ വന്നിട്ട് പെരിഞ്ജീരകം, ഒരു അര സ്പൂൺ വന്ന് അജ്വൈൻ ഓമം കേട്ടോ. അതിനെ കയ്യിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിടണം. അപ്പോൾ നല്ലൊരു വാസനയായിരിക്കും അത് കേട്ടോ. പിന്നെ ഒരു സ്പൂൺ മേത്തി ലീവ്സും തന്നെ കയ്യിലിട്ടിട്ട് അതിനെ ഒന്ന് നന്നായി ക്രഷ് ചെയ്തിടുക കേട്ടോ. അത് നല്ല വാസനയായിരിക്കും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അര കപ്പ് തൈര് അതിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. തൈരില്ലെങ്കിൽ നമുക്ക് ലെമൺ ഇടാം കേട്ടോ, അതും നല്ലതാണ്. ഓക്കെ. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു അര സ്പൂൺ ഗ്രീൻ ചില്ലി സോസും കൂടി ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നല്ലോണം യോജിപ്പിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ആവശ്യമുണ്ട് തോന്നുകയാണെങ്കിൽ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് ലൂസാവരുത് കേട്ടോ. കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇടയ്ക്ക് ഒരു സ്പൂൺ വന്നിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച്, നെയ്യോ എണ്ണയോ ഏത് വേണമെങ്കിൽ ആവാം, ഓപ്ഷണൽ കേട്ടോ. ഒഴിച്ചിട്ട് അതിനെ ഒന്ന് നല്ലോണം കുഴച്ചെടുക്കുക. അതായത് മീൻസ് നല്ലൊരു സോഫ്റ്റായിട്ട് വരണം കേട്ടോ. അതുപോലെ എന്നിട്ട് അതിൻ്റെ മേലെ വന്നിട്ട് കയ്യിൽ എണ്ണ ഒന്ന് പുരട്ടിയിട്ട് അതിനെ ഒന്ന് മേലെ തേച്ച് കൊടുക്കുക, ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കയ്യിൽ ഇത്തിരി എണ്ണ പുരട്ടിയിട്ട് അതിനെ കുറച്ച് വലിയ ഉരുള എടുത്തിട്ട് അതിനെ നമ്മൾ ഒരു സിലിണ്ടർ ഷേപ്പിൽ ആക്കിയെടുക്കുക കേട്ടോ. നീളത്തിലുള്ള ഒരു ഉരുളകളാക്കി എടുക്കുക, നീണ്ടിട്ട്. ഓക്കെ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പുതിയതായിട്ട് കാണുന്നവരും എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. എന്നിട്ട് അതിനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. വീണ്ടും അടുത്ത ഉരുള എടുത്തിട്ട് ഇതേപോലെ സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമ്മളതിനെ നീളത്തിൽ ഉരുട്ടിയെടുക്കുന്നു കേട്ടോ. അതേപോലെ ഞാനിവിടെ ഒരു 4 ഉരുളകളാണ് എടുക്കാൻ പോണത്, സിലിണ്ടറിക്കൽ ഷേപ്പിൽ കേട്ടോ. എന്നിട്ട് 4ഉം ഞാൻ വന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിനെ ആവി കയറ്റാൻ വേണ്ടി വെക്കാൻ പോവാണ്. ഓക്കെ. നമ്മൾ മാവ് എടുത്തിട്ട് സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനെ ഒരുപാട് അങ്ങോട്ട് അമർത്തരുത് കേട്ടോ. നമ്മളപ്പോൾ ആവിയിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വേവില്ല. നമ്മളിതിപ്പോൾ എല്ലാം റോ ആയിട്ടാണല്ലോ കുഴച്ചിരിക്കുന്നത്, അതൊന്നും വേവിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ ഒരുപാട് അമർത്തിയിട്ടൊന്നും ചെയ്യരുത് കേട്ടോ, അപ്പോൾ ഉള്ളിൽ വേവില്ല. ഇതിപ്പോൾ 3 കഴിഞ്ഞു, ഇനി 4മത്തതും കൂടി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു 4 പീസിൽ തന്നെ നമുക്ക് വന്നിട്ട് ഏകദേശം ഒരു 6 പേർക്ക് കഴിക്കാനുള്ളത്, നന്നായിട്ട് കഴിക്കാനുള്ളത് സ്നാക്സ് കിട്ടും കേട്ടോ. പിന്നെ വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഒന്നിനൊന്നും മുട്ടരുത് കേട്ടോ. പാത്രത്തിലും മുട്ടാൻ പാടില്ല. ബിക്കോസ് നമ്മൾ താഴെ ഗ്രീസൊന്നും ചെയ്യുന്നില്ല, കുഴപ്പമില്ല, ഓയിലൊന്നും ചെയ്യേണ്ട, ഒട്ടിപ്പിടിക്കുന്നില്ല. പക്ഷെ ഒന്നിനൊന്നും മുട്ടാതെ വെച്ചാൽ മതി കേട്ടോ പാത്രത്തിലേക്ക് വെക്കുമ്പോൾ. ഓക്കെ. ആവി കയറ്റാൻ വേണ്ടി വെക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ റോ ആയിട്ട് വെച്ചത് കൊണ്ട് ഞാൻ ഏകദേശം ഒരു 20-25 മിനിറ്റ് വേവിച്ചു. പക്ഷേ എല്ലാം നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നിനൊന്ന് മുട്ടിയിട്ടേ ഇല്ല, അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതെ കിട്ടി. നമ്മൾ ഓരോ പീസായി എടുത്തിട്ട് ഒരു കത്തി കൊണ്ട് അതിനെ വന്നിട്ട് മുറിച്ചെടുക്കുക. അപ്പോൾ എല്ലാം നല്ല ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. അങ്ങനെ ആ 4 പീസും നമ്മൾ മുറിച്ചെടുക്കുക കേട്ടോ.
ഇത് ഇങ്ങനെ തന്നെ കഴിച്ച് നോക്കി, അത് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ മതി. നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈയേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇട്ടിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് എള്ള് വിതറി കൊടുക്കുക കേട്ടോ. അത് ഞാൻ ഇന്ന് വൈറ്റ് എള്ളാണ് യൂസ് ചെയ്യണത്. ഏത് എള്ള് വേണമെങ്കിൽ യൂസ് ചെയ്യാം, കറുപ്പോ വെള്ളയോ ഏത് വേണമെങ്കിലും. അത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടുക് പൊട്ടിക്കുക, അല്ലെങ്കിൽ ഒരു ജീരകമോ എന്തെങ്കിലും പൊട്ടിക്കുക കേട്ടോ, ഓപ്ഷനിലാണത്. എന്നിട്ട് ഈ ഓരോ സ്നാക്കായിട്ട് വെച്ച് കൊടുക്കുക അതിലേക്ക്. ഇതിപ്പോൾ എല്ലാം ഓരോന്നായി വെച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് നെയ്യ് ഒന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഓയിലായാലും മതി. ഒരു സൈഡ് അതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിനെ ഒന്ന് ഓരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. സോ ക്രിസ്പിയായ ഈ സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് എൻജോയ് ചെയ്യൂ കേട്ടോ. ഫീഡ്ബാക്കും അറിയിക്കൂ. ഓക്കെ.